നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലത്ത് കടലിൽ മത്സ്യബന്ധനത്തിന്റെ വല നശിച്ചു. ചേർപ്പ് പാലക്കലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാക്കളെയും അമ്മയെയും ആക്രമിച്ച് മൊബൈൽ ഫോണുകൾ കവർന്ന സ്റ്റേഷൻ റൌഡിയും കൂട്ടാളികളും അറസ്റ്റിൽ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ 16 വയസ്സുകാരനെ ആക്രമിച്ച 3 വധശ്രമ കേസുകളിലെ പ്രതി ഉജ്ജൽ എന്ന ഗുണ്ടയും കൂട്ടാളിയും പിടിയിൽ. കേരള പ്രവാസി സംഘം കയ്പമംഗലം പഞ്ചായത്ത് സമ്മേളനം നടത്തി. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്ത് കടലിൽ മത്സ്യബന്ധനത്തിന്റെ വല നശിച്ചു. അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ കയ്പമംഗലം സ്വദേശി കോഴിപ്പറമ്പിൽ അജോയുടെ ഉടമസ്ഥതയിലുള്ള അയ്യൂർ മഹാവിഷ്ണു എന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. അഴീക്കോട് നിന്ന് ഏകദേശം 25 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് വല വിരിച്ച് തിരിച്ചെടുക്കുന്നതിനിടെ കടലിൽ കിടന്നിരുന്ന കണ്ടെയ്നറിലോ മറ്റോ കുടുങ്ങിയാണ് വല നശിച്ചത്. വല തിരിച്ചെടുക്കാൻ കഴിയാതായതോടെ മറ്റ് 2 വള്ളക്കാരെ വിളിച്ചു വരുത്തിയാണ് വല പകുതിയോളം മുറിച്ചെടുത്തത്. പകുതി വല കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 50ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും തൊഴിലാളികൾ പറയുന്നു. അഴീക്കോട് പടിഞ്ഞാറ് വശം 25 കിലോമീറ്റർ പടിഞ്ഞാറാണ് സംഭവിച്ചിട്ടുള്ള കാര്യം വെച്ചാൽ ഇത് കണ്ടെയ്നറാണ്. ഇത് നിരന്തരമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ജാനലിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 3-4 വള്ളക്കാർക്ക് സംഭവം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളെ നഷ്ടം വന്നിരിക്കുന്ന കാര്യം വെച്ചാൽ 10 ലക്ഷത്തോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. അത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് മുന്നോട്ട് പോകണത് പരിസരക്ക് പണം കൊടുത്തിട്ടും അതുപോലെ തന്നെ സൊസൈറ്റികളിലും അടവുകളും കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. പണികൾ വളരെ മോശമാണ്. 19 ആൾ ഞങ്ങൾ പോകുന്നൊരു വള്ളമാണ്. 50 പേര് അടങ്ങുന്ന വള്ളമാണ്. ഈ 50 കുടുംബം പട്ടിണിയാണ്. പുതിയ വല വാങ്ങി നെയ്തെടുത്ത് പണിക്കിറക്കാൻ 10 ദിവസത്തോളം വേണ്ടിവരും. നല്ലവണ്ണം മത്സ്യം ലഭിക്കുന്ന സമയത്താണ് ഇവർ പണിക്ക് പോകാൻ കഴിയാതെ കരയിൽ നിൽക്കേണ്ടി വരുന്നത്. ഈ അടുത്ത കാലത്ത് നിരന്തരമായി ഇത്തരത്തിൽ കടലിൽ വലകൾ നശിക്കുന്ന സ്ഥിതിയുണ്ട്. 2 ആഴ്ച മുമ്പ് നാട്ടിൽ നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഗുരുദക്ഷിണ എന്ന വള്ളത്തിൽ വലയും നശിച്ചിരുന്നു. ചേർപ്പ് പാലക്കലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാക്കളെയും അമ്മയെയും ആക്രമിച്ച് മൊബൈൽ ഫോണുകൾ കവർന്ന സ്റ്റേഷൻ റൌഡിയും കൂട്ടാളികളും അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശി എടപ്പുരക്കൽ വീട്ടിൽ ഷമീർ, ഊരകം പനംകുളം സ്വദേശി വെളിയത്ത് വീട്ടിൽ മണി എന്നറിയപ്പെടുന്ന രാജീവൻ, ആറാട്ടുപുഴ സ്വദേശി തേലപ്പള്ളി വീട്ടിൽ ദേവദത്തൻ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോട്ടോർ സൈക്കിൾ വിൽപ്പന നടത്താമെന്ന് പറഞ്ഞതിൽ നിന്ന് പിന്മാറിയ യുവാക്കളെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും തടയാൻ ശ്രമിച്ച ഇവരുടെ അമ്മയെ ആക്രമിക്കുകയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും 3 മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്യുകയുമായിരുന്നെന്ന് പരാതി. പ്രതികൾ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ 16 വയസ്സുകാരനെ ആക്രമിച്ച 3 വധശ്രമ കേസുകളിലെ പ്രതി ഉജ്ജൽ എന്ന ഗുണ്ടയും കൂട്ടാളിയും പിടിയിൽ. ആളൂർ മുരിയാട് സ്വദേശിയായ 16 വയസ്സുകാരനെ മുൻവൈരാഗ്യത്താൽ പൂവശ്ശേരി അമ്പലത്തിനടുത്തുള്ള റോഡിൽ കാറിലെത്തി തടഞ്ഞു നിർത്തി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളായ നെല്ലായി ആലത്തൂർ ദേശത്ത് പേരാട്ട് വീട്ടിൽ ഉജ്വൽ, മുരിയാട് ദേശത്ത് കുഴിമടത്തിൽ വീട്ടിൽ അദ്വൈത് എന്നിവരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉജ്വലിന് കൊടകര, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസുകളിലും അടിപിടി കേസും കഞ്ചാവ് ഉപയോഗിച്ച കേസും അടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 2024 കാപ്പ പ്രകാരം 6 മാസത്തേക്ക് നാടുകടത്തൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളുമാണ്. കേരള പ്രവാസി സംഘം കയ്പമംഗലം പഞ്ചായത്ത് സമ്മേളനം നടത്തി. കയ്പമംഗലം ഹിറ സ്കൂളിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ ആബിദീൻ അധ്യക്ഷനായി. പ്രവാസി സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി CK ശ്രീരാജ് മുഖ്യാതിഥിയായിരുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു, പ്രവാസി കാര്യ ബാങ്ക് പ്രസിഡന്റ് ഗിരീഷ്, NK സുരേഷ്, KG കൃഷ്ണകുമാർ, TK ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KG കൃഷ്ണകുമാർ പ്രസിഡന്റ്, PM സൈനുൽ ആബിദീൻ സെക്രട്ടറി, TK ഗോപിനാഥൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. 7ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്ന ഈ സമയത്ത്
കേരള പ്രവാസി സംഘത്തിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഇതുപോലുള്ള ഓരോ വേദികളും ഞങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. കൈപ്പമംഗലത്തെ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലം സജീവ സാന്നിധ്യമായിരുന്ന CJ സെയ്ദ് മുഹമ്മദിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാളമുറിയിൽ നടന്ന അനുശോചന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വിവിധ രാഷ്ട്രീയ കക്ഷി വ്യാപാരി നേതാക്കളായ PM അഹമ്മദ്, KF ഡൊമിനിക്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, CJ പോൾസൺ, രജീവൻ മുട്ടിച്ചൂർ, ER ജോഷി, PK മുഹമ്മദ്, PM ഉസ്മാൻ, സച്ചിദാനന്ദൻ, MB മുബാറക്, TV സുരേഷ് ബാബു, MD സുരേഷ്, മുഹമ്മദ് ചാമക്കാല, സഗീർ പള്ളിപ്പറമ്പിൽ, PL പോൾസൺ, ബീരാൻ കരുപ്പടന്ന തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി സംഘടനാ നേതാക്കളായ PK റാസിഖ്, KP റജി, PV ഇബ്രാഹിം, KN സജീവൻ, സിദ്ദിഖ് പൊന്നാത്ത്, PS മുഹമ്മദ്, മുബാറക്, ഗൾഫ് ഡീൽ, KA സവാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്ന് മുതൽ അന്ന് ഞാൻ ഗൾഫില മത്സരിച്ച അവിടെ ഞാൻ തോറ്റുപോയി. ആ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ തന്നെ ഉള്ള CJ-യുമായുള്ള ബന്ധം ഒരിക്കലും ഒരഭിപ്രായത്തിന്റെ പേരിൽ അകന്നു നിൽക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ബന്ധമാണ് എന്ന് ഓർത്തുകൊണ്ട് ആദ്യം വിശേഷങ്ങളൊന്നും പറയാതെ CJ-യുടെ കുടുംബത്തിനും വ്യാപാരി വ്യവസായികൾക്കും ഒക്കെ ഉണ്ടായ നഷ്ടത്തിൽ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആ വേർപാടിൻ്റെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും ചെയ്തു പോകുന്നതൊക്കെ ഒരു നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ദുഃഖത്തെ പങ്കുചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിക്കും മണ്ഡല കമ്മിറ്റിക്കും വേണ്ടിയുള്ള ആദരാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ചെയ്തു കൊണ്ടുള്ള നമുക്കൊക്കെ ഒരു അഭീഷ്ടം തന്നുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. SNDP യോഗം ചന്ദ്രാപിന്നി ശ്രീ കുമാരമംഗലം ശാഖയിൽ 98ാമത് ശ്രീനാരായണ ഗുരുസമാധി ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന ഗുരുപൂജയ്ക്കും മഹാസമാധി പൂജയ്ക്കും ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താംപറമ്പിൽ നേതൃത്വം നൽകി. SNDP യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുധീർ കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രീകുമാരമംഗലം ക്ഷേത്രം മേൽശാന്തി പ്രണവ് മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾക്കൊരു ഗുരു തന്നെ ഇവിടെ കൊണ്ടു തന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവിടെ 4-5 തൂണുകളായി നിന്നിരുന്ന വർഷങ്ങളോളം ഒരു 25 വർഷത്തോളം ആ തൂണ് തന്നെ അങ്ങനെ നിന്നു. അതിനുശേഷമാണ് ഇവിടെ ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഗുരു പ്രതിഷ്ഠ ഇവിടെ വന്ന ഒരു നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു പ്രതിഷ്ഠ ഇവിടെ വന്നതിന് ശേഷം പല മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചു ഈ നാട്ടിൽ തന്നെ. അപ്പം അതൊക്കെ ചെറിയ അവസരങ്ങളൊക്കെ ഇല്ലായിരുന്നു. വലിയ അതൊക്കെ വരുന്നു. ഒരു പ്രതിഷ്ഠ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാനും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയാനും ഗുരുവിനോട് ഇപ്പോൾ ശാന്തിയെ പറ്റിയെല്ലാം വിശദമായിട്ട് ഇവിടെ സംസാരിക്കും. അപ്പോൾ ചിലരൊക്കെ ആദ്യമൊക്കെ പറയുമായിരുന്നു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷമായൊരു ഇതായിരുന്നു കാലഘട്ടങ്ങളിലൊക്കെ. കണ്ടാണശ്ശേരി ചങ്ങരംകുളത്ത് വൈദ്യുതി തൂണിലൂടെ മുകളിൽ കയറിയ മലമ്പാമ്പ് ഷോക്കേറ്റ് ചത്തു. വൈദ്യുതി ലൈനിൽ സ്പർശിച്ച പാമ്പിന് ഷോക്കേൽക്കുന്നത് കണ്ട നാട്ടുകാർ KSEB-യിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി വൈദ്യുതി ലൈനിൽ നിന്ന് പാമ്പിനെ രക്ഷപ്പെടുത്തി. ഷോക്കേറ്റ് ശരീരം പൊള്ളിയിരുന്നെങ്കിലും ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളം മൃഗാശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചത്തു. ചിറ്റണ്ട തൃക്കണ ഗണപതിയാരം ക്ഷേത്രത്തിനു സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് പരിക്കേറ്റു. മലപ്പുറം സ്വദേശി പുത്തൻതൊടി വീട്ടിൽ വിഷ്ണു വിവേകിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ പാതയോരത്തെ കാനയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോലഴിയിൽ വീട്ടിലെ വാഷിംഗ് മെഷീന് തീപിടിച്ചു. മുഹമ്മദ് എന്നയാളുടെ വീട്ടിലെ മെഷീനാണ് തീപിടിച്ചത്. റൂമിലെ വയറിംഗ് ഭാഗികമായി കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്.
കയ്പമംഗലം 14-ാം വാർഡ് തൊഴിലുറപ്പ് വനിതകൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ UY ഷമീറിന് മൊമെന്റോ നൽകി ആദരിച്ചു. വാർഡിലെ പ്രശസ്ത സാഹിത്യകാരനും കഥാകൃത്തുമായ SM ജീവനും പൂക്കളും മൊമെന്റോയും നൽകി ആദരിച്ചു. പഞ്ചായത്ത് തൊഴിലുറപ്പ് ഓവർസിയർമാരായ ശരണ്യ, സജിലി, വിദ്യ എന്നിവർ പങ്കെടുത്ത ആശംസകൾ നേർന്ന് സംസാരിച്ചു. നാടൻപാട്ട്, ഓണപ്പാട്ട്, ഓണക്കളി എന്നീ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഓണസന്ധ്യയും ഉണ്ടായിരുന്നു. മാറ്റുമാരായ ശൈലജ ശിവരാമൻ, ബേബി രവി, മാലിനി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കളരി ഗുരുനാഥനെ വാവാ പച്ചനെല്ലിൻ കതിരുകൾ കൊത്തി പറക്കും പൈങ്കിളി തത്ത് നീ കണ്ടോ വന്നാരംഭം കളരി കണ്ടോ തകതൈതേ. BJP താന്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ശില്പശാല തൃശൂർ സിറ്റി ജനറൽ സെക്രട്ടറി PK ബാബു ഉദ്ഘാടനം ചെയ്തു. BJP താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് വിനോബ് VV അധ്യക്ഷത വഹിച്ചു. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി രതീഷ് TG, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷ പ്രവീൺ, P കൃഷ്ണനുണ്ണി, സുഗതൻ NS, പ്രകാശൻ കണ്ടങ്ങത്ത്, പ്രേമദാസ് വെങ്ങാലി, പഞ്ചായത്ത് ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ കാരയിൽ, രാധിക CR, കവിത ഷൺമുഖൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വാർഡിന്റെ കൺവീനർ, അയാളെ സഹായിക്കുന്ന കോർ കൺവീനർ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിന് മുൻപന്തിയിൽ ഉണ്ടാവേണ്ട BLA, ബൂത്ത് ലെവൽ ഏജന്റ്, മറ്റൊന്ന് ആ വാർഡിലെ പ്രവർത്തനങ്ങൾ ജാതിമത ഇക്വേഷൻസ് ഒക്കെ നോക്കി പ്രവർത്തനത്തിൽ നമുക്ക് കൂടെ ചേർക്കേണ്ട ആളുകളെ നോക്കാൻ വേണ്ടിയുള്ള സോഷ്യൽ ഔട്ട്റീച്ച്, സോഷ്യൽ മീഡിയ അല്ലാണ്ട സോഷ്യൽ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം. കൂടാതെ നിലവിൽ മെമ്പർമാർ, നമുക്ക് മെമ്പർമാരില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആരും പരിഗണിച്ചത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്ന 6 വാർഡുകളുണ്ട്. ആ വാർഡിലെ പ്രധാനപ്പെട്ട ചുമതലക്കാർ മുൻപ് ചുമതല വഹിച്ചിരുന്നതാണ്. അങ്ങനെ എടുത്ത ആളുകളുടെ ഒരു യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്, അല്ലേ? നാട്ടിക നിയോജക മണ്ഡലം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ചിറക്കൽ GLP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയാങ്ങാട്ടിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ രമേശ് MK, അന്തിക്കാട് BPC ഡോക്ടർ K ഉമാദേവി, PTA പ്രസിഡന്റ് സുജിത് AC, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് വലിയ അപകടസ്ഥിതിയുള്ള ഒരുപാട് സ്കൂളുകൾ നമ്മുടെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. ആദ്യം തന്നെ കൈവച്ചത് വിദ്യാഭ്യാസ മേഖലയാണ്. നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ കുട്ടികൾ വളർന്നു വരണം എന്നുള്ള പൂർണ്ണമായ ആഗ്രഹം. മറ്റുള്ള സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളെ കുറിച്ച് നമുക്കറിയാം. അവരൊക്കെ ഉയർന്ന രീതിയിൽ ബസ്സിലൊക്കെ പറഞ്ഞാൽ ഉയർന്ന രീതിയിൽ ഹൈടെക് വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മുടെ പ്രദേശമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഒരു കാര്യം നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട്, സർക്കാർ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ആരുടെ സ്വത്തല്ല, ജനങ്ങളുടെ സ്വത്താണ്. ജനങ്ങളുടെ സ്വത്ത് പൂർണ്ണമായി ജനങ്ങളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചായിട്ട് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഏനാമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിൽ പൂട്ടുകൾ തകർത്ത് മോഷണം. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള വാതിൽ കുത്തി തുറന്ന് അകത്ത് കിടന്ന മോഷ്ടാക്കൾ ലോക്കർ പൊളിച്ചിട്ടുണ്ട്. ലോക്കറിൽ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നില്ല. ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്ന് 4000 രൂപയും ക്ഷേത്രം ഓഫീസിലെ മേശയിൽ നിന്ന് 3000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ പൂജാകർമ്മങ്ങൾക്കായി എത്തിയ ക്ഷേത്രം മേൽശാന്തിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ക്ഷേത്രം അധികാരികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മധ്യപ്രദേശ് ഉമരിയ ജില്ലയിൽ ഹജിറ സ്വദേശി 22 വയസ്സുള്ള തേജ്പാൽ സിംഗ് ആണ് മരിച്ചത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ സ്ഥലത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും പുഴയിലേക്ക് ഇറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് ഇയാളെ കാണാതായത്. തീരദേശ പോലീസും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകളുടെ മുകളിൽ മരം വീണു. സ്റ്റാൻഡിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ബസ്സുകളുടെ മുകളിലേക്കാണ് മരം വീണത്. ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം സർവീസ് നടത്തി നിർത്തിയിട്ടിരുന്ന ബസ്സുകളായിരുന്നു ഇവ. ഈ സമയം ജീവനക്കാരും യാത്രക്കാരും ഇല്ലാതിരുന്നത് അപകടം ഒഴിവായി. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്.
സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി അപകടം. ചെറുവായി പാഴായി റോഡിൽ ഇന്നു രാവിലെയായിരുന്നു അപകടം. നന്ദിക്കര സർക്കാർ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. എതിർവശത്തു നിന്നും അമിത വേഗത്തിൽ എത്തിയ ബസ്സിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഒതുക്കിയപ്പോൾ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ബസ്സിൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് ബസ്സിന് മുകളിലേക്ക് വീണു. മുൻ MLA KU അരുണൻ മാസ്റ്റർ 26ാമത് തൃപ്രയാർ നാടകവിരുന്ന് ഉദ്ഘാടനം ചെയ്തു. 12 ദിവസത്തെ നാടകരാവുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പയാർ നാടകവിരുന്ന് ആരംഭിച്ചു. നാടകവിരുന്ന് രക്ഷാധികാരി MR ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മുൻ MLA KU അരുണൻ മാസ്റ്റർ 26ാമത് നാടകവിരുന്ന് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, BJP തൃശൂർ ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ്റ്റർ, നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ മാസ്റ്റർ, നാടകവിരുന്ന് ജനറൽ കൺവീനർ KV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൊല്ലം മനശ്ശേരിയുടെ ആകാശത്തൊരു കടൽ എന്ന നാടകം അരങ്ങേറി. 2ാം ദിവസമായ തിങ്കളാഴ്ച അമ്പലപ്പുഴ സാരഥി നവജാത ശിശു വയസ്സ് 84 എന്ന നാടകം അരങ്ങേറും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലത്തെ കടലിൽ മത്സ്യബന്ധനത്തിന്റെ വല നശിച്ചു. ചേർപ്പ് പാലക്കലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാക്കളെയും അമ്മയെയും ആക്രമിച്ച് മൊബൈൽ ഫോണുകൾ കവർന്ന സ്റ്റേഷൻ റൌഡിയും കൂട്ടാളികളും അറസ്റ്റിൽ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ 16 വയസ്സുകാരനെ ആക്രമിച്ച 3 വധശ്രമ കേസുകളിലെ പ്രതി ഉജ്ജൽ എന്ന ഗുണ്ടയും കൂട്ടാളിയും പിടിയിൽ. കേരള പ്രവാസി സംഘം കയ്പമംഗലം പഞ്ചായത്ത് സമ്മേളനം നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.